പോസ്റ്റ്മോർട്ടത്തിന് നേതൃത്വം നൽകിയ ഡോക്ടർ ഹിതേഷ് ശങ്കർ കണ്ട ഹൃദയം നുറങ്ങുന്ന ആ കാഴ്ചകൾ ഇങ്ങനെയായിരുന്നു. വയനാട് ജില്ലയിലെ ചൂരൽമലയിലും സമീപ പ്രദേശങ്ങളിലുമുണ്ടായ ഉരുൾപൊട്ടലിൽ മരിച്ച 319 പേരുടെ മൃതദേഹങ്ങൾ ഞങ്ങൾ ഈ റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ ലഭിച്ചു കഴിഞ്ഞു. ഈ മൃതദേഹങ്ങളെല്ലാം കണ്ട ഒരാളുണ്ട്. പോസ്റ്റ്മോർട്ടത്തിന് നേതൃത്വം നൽകിയ മഞ്ചേരി മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് വിഭാഗം മേധാവി ഡോക്ടർ ഹിതേഷ് ശങ്കർ. അദ്ദേഹം വിവരിച്ച കാഴ്ചകൾ ഇപ്രകാരമായിരുന്നു. പൊട്ടിത്തകർന്ന് അകംശൂന്യമായ തലകൾ, തലയില്ലാത്ത 40ഓളം ഉടലുകൾ, പാറക്കെട്ടുകളിലും മറ്റും കുരുങ്ങി കൈകാലുകൾ വേർപെട്ട ശരീരങ്ങൾ, എല്ലുകളും പേശികളും വേറിട്ട് തോല് മാത്രമായി ഒഴുകി വന്നവർ. നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ അദ്ദേഹം കണ്ട ഹൃദയം നുറങ്ങുന്ന കാഴ്ചകൾ ഇപ്രകാരമായിരുന്നു. ഉരുൾപൊട്ടലിൽ ജീവൻ നഷ്ടമായി ചാലിയാറിന്റെ തീരങ്ങളിൽ ഒഴുകിയെത്തിയ 144 മൃതദേഹങ്ങളാണ് ഡോക്ടർ ഹിതേഷും സംഘവും ഇന്നലെ വരെ പോസ്റ്റ്മോർട്ടം ചെയ്തത്. പൂർണ്ണ ശരീരത്തോടെ ലഭിച്ചത് വെറും 10 മൃതദേഹങ്ങൾ മാത്രമാണത്രേ. അധികവും തലയില്ലാത്ത ഉടലുകളും കൈകാലുകളുമായിരുന്നു. മിക്കവരുടെയും തല ശക്തമായ പൊട്ടിത്തെറിയിൽ തകർന്ന നിലയിലായിരുന്നു. വായിലും ശ്വാസകോശത്തിലും വയറ്റിലുമെല്ലാം മണ്ണ് കയറിയിട്ടുണ്ട്. പലതും ജീർണിച്ചിരുന്നു. ഉരുൾപൊട്ടലിൽ അകപ്പെട്ടവർ അബോധാവസ്ഥയിലാകും മരിച്ചിട്ടുണ്ടാവുക. അതിനാൽ ഒരുപാട് വേദന സഹിച്ചിട്ടുണ്ടാവില്ല. അതുമാത്രമാണ് ഏക ആശ്വാസമെന്നും അദ്ദേഹം പറഞ്ഞു. തിരിച്ചറിയുവാൻ കഴിയാത്ത മൃതദേഹങ്ങൾക്ക് ജനിതക പരിശോധന നടത്തുന്നുണ്ട്. DNA ലഭിച്ചവയാണ് രേഖകൾ തയ്യാറാക്കി ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തുകൊണ്ടിരിക്കുന്നത്. അല്ലാത്തവ ആശുപത്രിയുടെ ഫ്രീസറിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ചിലരെയൊക്കെ അണിഞ്ഞ ആഭരണങ്ങൾ കണ്ടാണ് ബന്ധുക്കൾ തിരിച്ചറിഞ്ഞിരിക്കുന്നത്. കിളിപ്പിട്ട പല്ലുകളും ടാറ്റു ഓടിച്ച കൈകളും കണ്ട് ഉറ്റവരെ തിരിച്ചറിഞ്ഞവരുമുണ്ട്. ചിന്നിച്ചിതറിയ മൃതദേഹങ്ങൾ തിരിച്ചറിയുന്ന രൂപത്തിൽ തുന്നിച്ചേർക്കലായിരുന്നു ഏറ്റവും വലിയ വെല്ലുവിളിയെന്ന് അദ്ദേഹം പറയുന്നു. പതറാതെ ഉത്തരവാദിത്വത്തോടെ 24 മണിക്കൂറും അവർ ഇതിനായി പണിയെടുത്തു. ഒരു ദിവസം 35 മൃതദേഹങ്ങൾ വരെ ഇവർ പോസ്റ്റ്മോർട്ടം ചെയ്തു. ഇത്തരം പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രകൃതി ദുരന്തങ്ങളിൽപ്പെട്ട് മരിച്ചവരുടെ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം നടത്തണോ എന്ന കാര്യവും നാം പുനരാലോചിക്കണം എന്നും ഡോക്ടർ ഹിതേഷ് ശങ്കർ പറഞ്ഞു. ശരിയല്ലേ? മരണകാരണം കണ്ടെത്തുവാനാണ്, മരണകാരണത്തിൽ സംശയമുള്ളപ്പോഴാണ് പോസ്റ്റ്മോർട്ടം നടത്തുന്നത്. ഇത്തരം ദുരന്തങ്ങളിൽ അത് വേണമോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇതൊരു മാമൂലാണ്, അതുകൊണ്ട് നടത്തുന്നു, സർക്കാർ കാര്യം മുറ പോലെയെന്ന് ഡോക്ടർ ആനന്ദ്, ഡോക്ടർ ലബീസ് വസീം, ഡോക്ടർ പ്രജിത്ത്, ഡോക്ടർ രഹനാസ്, ഡോക്ടർ ഗ്രീഷ്മ, തൃശ്ശൂരിൽ നിന്നുള്ള ഡോക്ടർ മനു, ഡോക്ടർ പ്രതീക്ഷ, ഡോക്ടർ ആസിഫ്, ഡോക്ടർ പാർത്ഥസാരഥി, ഡോക്ടർ അസിം എന്നിവരും മോർച്ചറി ലാബ് ടെക്നീഷ്യന്മാരായ സമീഹത്ത്, രഞ്ജിനി എന്നിവരും പോസ്റ്റ്മോർട്ടം നടത്തുന്ന സംഘത്തിലുണ്ട്. ഇന്നലെ നമ്മുടെ മുഖ്യമന്ത്രി സേന ബെയിലിപ്പാലം ഉണ്ടാക്കുന്നതിൻ്റെ അടുത്തുവരെ വന്ന് നിന്നിട്ട് പോയി. ആ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കിടക്കുന്നവരെ ഒന്ന് കാണുവാനോ ഞങ്ങളൊപ്പമുണ്ട് എന്ന് പറയുവാനോ അവരുടെ അവസ്ഥ കാണുവാനോ അവിടെ വരെ ചെന്നിട്ട് കൂട്ടാക്കിയില്ല. കാലിൽ ചെളിയായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞ ന്യായം. ആ സ്ഥാനത്താണ് നമ്മുടെ ഈ ഡോക്ടർമാരും അവരുടെ സഹായികളും ഉടലും തലയും വേർപെട്ട ദിവസങ്ങൾ കഴിഞ്ഞ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്ത് പരമാവധി പഴയ രൂപത്തിലാക്കി അവരുടെ ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുന്നത് എന്നോർക്കണം. ഇവരൊക്കെയാണ് ദുരന്തഭൂമിയിലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വരാത്ത യഥാർത്ഥ മലാഹമാർ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.